കൂട്ടുകാരെ, അപ്പം നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ട് മീൻകറി വെച്ചാൽ നാടൻ രീതിയിൽ എങ്ങനെ മീൻകറി പച്ച അരച്ച് തേങ്ങ അരച്ച് ഇങ്ങനെ മീൻകറി വെക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് CD മീനാണ്. കണ്ട, ഞങ്ങളുടെ നാട്ടിൽ CD എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല. കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ എന്താ ഈ മീന് പറയുന്നത്. ഈ പരന്നിരിക്കുന്ന മീനാണ് കേട്ടോ. അപ്പൊ നമുക്ക് തേങ്ങ അരച്ച് നാടൻ രീതിയിൽ എങ്ങനെയാണ് പച്ചക്കറി വെക്കുന്നത് നോക്കാം. ഏത് മീൻകറിയും നമുക്ക് ഈ രീതിയിൽ വെക്കാമേ. നമുക്ക് തേങ്ങ അരയ്ക്കാനായിട്ട്, പച്ച അരയ്ക്കാനായിട്ട്, മീൻകറി പച്ച അരയ്ക്കാനായിട്ട് അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഒരു 1.5 മുറിയോളം തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. എരിക്കായിട്ട് 4 പച്ചമുളക്, പിന്നെ പുളിക്കായിട്ട് ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കാശ്മീരി മുളകാണ്. ഒരു 4 സ്പൂണോളം കാശ്മീരി മുളക് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് 4 സ്പൂൺ എടുത്തപ്പം ഞാൻ മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത് 3 കൊഴുപ്പിന് വേണ്ടി. നല്ല ഈ സ്പൂണിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചുള്ളി ഞാനൊരു 5-6 കൊച്ചുള്ളി ഞാൻ കീറി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർക്കാം. കുടംപുളി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് മീൻകറിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ കറിയാണ് കുടംപുളി. പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പൊ ഇത് ഇത്രയും കൂടി ഞാൻ മിക്സിയിൽ നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമ്മള് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം വേണം, ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ചെറുതായിട്ടൊന്ന് ഈ പച്ചപ്പ് മാറ്റിയെടുക്കുന്നുണ്ട്, വഴറ്റുന്നതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിനകത്ത് പച്ചമുളകും തക്കാളിയും നമ്മുടെ കുടംപുളിയും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. അത് നമ്മൾ വഴറ്റിയാണ് എടുക്കുന്നത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്താണ് ഞാൻ ഈ അരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കടുക് വറുക്കാം. അപ്പൊ ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കടുക് വറുക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നമ്മള് കുറച്ച് കടുകും കൂടി ഇട്ട് ഒന്ന് പൊട്ടിക്കാൻ പോവാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചമുളകും കുടംപുളിയും ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഒരു ഹാഫ് വഴണ്ടതിന് ശേഷം നമുക്ക് കുടംപുളി ഇട്ട് കൊടുത്താൽ മതി. കുടംപുളിയും അതേപോലെ തന്നെ കരിവേപ്പിലയും. ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് ഹാഫും നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും വഴറ്റിട്ടുണ്ട്. നിങ്ങൾക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നാടൻ കരിവേപ്പില ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം ചേർത്തോളൂ, നല്ലതാണ്. ഒന്നുകൂടെ ഒന്ന് വഴണാവണ്ടേ. അപ്പൊ അതുവരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഏകദേശം ഇത്രയും വേണ്ടാൽ മതി. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുന്നേ ഇത് ഈ തക്കാളിയായിട്ട് നമ്മൾ ഇട്ടൊന്ന് പച്ചപ്പ് മണം പോകാൻ വേണ്ടി നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഒരുപാടൊന്നും മൂക്കരുത്. അത് പച്ചപ്പ് മണം പോകുന്നതിന് വരെ മാത്രം മതിയാകും. നന്നായിട്ട് ഇളക്കണം. കാരണം നമ്മുടെ തക്കാളി ഇനി ഹാഫ് വെന്ത് കഴിഞ്ഞു ബാക്കി നമ്മുടെ മീനിന്റെ കൂട്ടത്തിൽ കിടന്ന് വെന്തോളും. അത് ഒരുപാട് വഴലുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ പച്ചപ്പും മാറുന്നത് വരെ നന്നായിട്ട് തേങ്ങ അരച്ചത് നന്നായിട്ട് ഒന്ന് ഇളക്കണം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് പച്ചപ്പ് പോകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിന് മീനനുസരിച്ചുള്ള വെള്ളം. ചിലർക്ക് നല്ല ചാറ് വേണം ചില വീടുകളിൽ. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലപോലെ വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ല കുറച്ച് ചാറ് മതി, അരപ്പായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്തായാലും കുറച്ച് അധികം ചേർത്തോളൂ. കാരണം നമ്മുടെ മീൻ ചെറുതായിട്ടൊന്ന് വേവണമല്ലോ. അപ്പം അതിനു വേണ്ടി കുറച്ചൊന്ന് പറ്റിയെടുക്കണം, എന്നാലേ ടേസ്റ്റ് വരത്തുള്ളൂ. ആ പാകത്തിലുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സി കഴുകി ജാറ് കഴുകി വെള്ളം തന്നെയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അതിൽ കുറച്ച് അരപ്പുണ്ടല്ലോ, അതുകൊണ്ട് അതിനകത്തൊരു വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുത്തിട്ടാണ് ആ വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉടനെ നമ്മൾ മീൻ ഇടാൻ പാടില്ല. ഈ കൂട്ടുകളൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മീന് ആഡ് ചെയ്ത് കൊടുക്കാന്. എന്നിട്ട് തിളച്ച ഉടനെ നിർത്തരുത്, ഒന്ന് കുറച്ച് വെക്കണം. കുറച്ച് വെച്ചുകൊണ്ട് തന്നെ മീനക്കൊന്ന് വേവാൻ വേണ്ടി അനുവദിച്ചു കൊടുക്കണം. അടപ്പ് വെച്ച് അടച്ച് തന്നെ വേവിക്കണം.
പിന്നെ ചേർക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല, മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഉപ്പ് ചേർക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം, കാരണം നമ്മുടെ മീനിനകത്ത് ഉപ്പ് പിടിക്കണമല്ലോ. അപ്പം കുറച്ച് ഒരു നുള്ള ഉപ്പ് കൂടി മുന്നിട്ട് നിൽക്കുന്ന രീതി വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാന്. തിളയ്ക്കുന്നതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ പുളിയൊക്കെ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പം സിമ്മിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത്രയും വെള്ളം നമുക്ക് വേണ്ട കേട്ടോ, ഇത്രയും ചാറ് നമുക്ക് വേണ്ട. ഞാൻ കുറച്ച് മുന്നിട്ട് വെച്ചേക്കുവാണ്. നമ്മൾ എപ്പോഴും മീൻകറി വെക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം, കാരണം നമ്മുടെ മീൻ വേവാൻ വേണ്ടി കുറച്ച് സമയം വേണം. അപ്പം പാകത്തിനുള്ള ചാറ് വെക്കാതിരിക്കുക, കുറച്ച് മുന്നിട്ട് വെക്കുമ്പോൾ നമുക്ക് പറ്റിച്ചെടുക്കാൻ പറ്റും. പറ്റിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. നന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഉടയുന്ന മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും തവി ഇടാതിരിക്കുന്നതാണ് ബെറ്റർ. ജസ്റ്റ് നമുക്ക് ഇതിന്റെ വക്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കും കേട്ടോ, അതാണ് നല്ലത്. നമ്മൾ എപ്പോഴും തവി ഇടുമ്പോൾ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്കൊരു തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിന്റെ വക്കില്, ചട്ടിയുടെ വക്കിൽ പിടിച്ചിട്ട് നന്നായിട്ട് കറക്കി കൊടുത്തു കഴിയുമ്പോൾ അതങ്ങ് കലങ്ങിക്കോളും. കഴിവതും അങ്ങനത്തെ മീനുകൾ അങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. നമ്മളല്ലാതെ എപ്പോഴും തവിയിട്ട് കഴിഞ്ഞത് പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇതൊന്ന് പറ്റി തിളച്ച് ഒന്നുകൂടെ തിളച്ച് ഒന്ന് പറ്റിയെടുക്കണം. നമുക്ക് അടച്ച് വേവിച്ച് ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. അപ്പൊ നമ്മുടെ മീൻകറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് പറ്റിക്കുന്നില്ല, കാരണം നമുക്ക് ചാറ് വേണം. നിങ്ങൾക്ക് കുറച്ചുകൂടി പറ്റിച്ചാൽ അത്രയും ടേസ്റ്റ് കൂടും. ഇത് നമുക്ക് അടച്ചു വെച്ചാൽ മാത്രമേ, വേണമെങ്കിൽ ചിലർ വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇതിൽ ഒഴിച്ചിട്ട് അടച്ചു വെക്കാം. സെർവ് ചെയ്യുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് കരിവേപ്പില ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പൊ നമ്മുടെ നാടൻ CD വെച്ചിട്ടുള്ള പച്ചക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, ഫോളോ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് നാളെ പുതിയൊരു ഐറ്റം ആയിട്ട് കാണാം. See you.